അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ഷൊർണൂർ അടക്കം കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകൾ അത്യാധുനിക രീതിയിൽ നവീകരിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മോദി സർക്കാരിന് കീഴിൽ കേരളത്തിന്റെ റെയിൽ വികസനത്തിന് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ഈ വർഷത്തെ ബജറ്റിൽ 3011 കോടി രൂപയാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയത്. UPAയുടെ കാലത്ത് ഇത് വാർഷിക ശരാശരിയിൽ കേവലം 370 കോടി രൂപ മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ റെയിൽവേ ബജറ്റിനെക്കുറിച്ച് മാധ്യമങ്ങളോട് ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ആവശ്യമായ ഫണ്ടുകൾക്ക് ഒരിക്കലും തടസ്സമല്ല എന്നും സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഏകോപനവും ഉണ്ടാകണമെന്നും റെയിൽവേ മന്ത്രി ആവശ്യപ്പെട്ടു. റെയിൽവേ വികസനത്തിനായി ആവശ്യമുള്ള 459 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കലിന് കേരള സംസ്ഥാന സർക്കാർ ഉറപ്പാക്കിയത് 62 ഹെക്ടർ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 35 അമൃത് സ്റ്റേഷനുകൾ കേരളത്തിൽ വരികയാണ്. കേരളത്തിൽ 2009-14 10 കിലോമീറ്ററിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ റെയിൽവേ ലൈനുകളുടെ പ്രതിദിന ശരാശരി വൈദ്യുതീകരണം 49 കിലോമീറ്ററായി വർദ്ധിച്ചു. 2014 മുതൽ സംസ്ഥാനത്ത് 106 റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർ ബ്രിഡ്ജുകളും നിർമ്മിച്ച് റെക്കോർഡിട്ടു. കേരളത്തിന്റെ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുകയാണെങ്കിൽ പദ്ധതികൾ വേഗത്തിലാക്കും. കേരളത്തിന് റെയിൽവേ അനുവദിച്ച വിവിധ പദ്ധതികൾ വിശദീകരിച്ച മന്ത്രി ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ പരിഗണനയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. In the state of Kerala, 35 stations are being redeveloped fully as a part of the Amrit Station program. The budget allocation that Honorable Prime Minister Narendra Modi has given projects in Tamil Nadu, the land which is required is to yes, no discrimination. Every state is getting proper attention. Not even expecting we spoke about the budget actually. So this is very good. I also want to share with you that a record number of 106 flyovers and underpasses have been constructed in Kerala in the last 10 years. This also is a record number, 106.